മലയോര മേഖലയിലെ പ്രധാന പഞ്ചായത്തുകളായ പെരുവന്താനം, കൊക്കയാർ എന്നിവിടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ വോട്ടിംഗ് മന്ദഗതിയിലായിരുന്നെങ്കിലും ഉച്ചകഴിഞ്ഞതോടെ പോളിംഗ് ശതമാനം കുത്തനെ ഉയരുകയായിരുന്നു. മലയോര മേഖലയും പ്രധാനമായും തോട്ടം മേഖലയും ഉൾപ്പെടുന്ന പ്രദേശമായതിനാലാണ് രാവിലെ വോട്ടർമാർ ബൂത്തുകളിലെത്താൻ വൈകിയതെന്നാണ് വിലയിരുത്തൽ. എങ്കിലും ഏകദേശം 11 മണിയോടെ വോട്ടിംഗ് നില മെച്ചപ്പെടുകയും ഉച്ചകഴിഞ്ഞതോടെ ബൂത്തുകളിൽ വൻ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തു. ഇരു പഞ്ചായത്തുകളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കൊക്കയാർ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് LDF. അതേസമയം പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ പോരാട്ടമാണ് UDF നടത്തുന്നത്. പ്രളയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പഞ്ചായത്തിലെ വികസന കാഴ്ചപ്പാടുകളും ഉയർത്തിക്കാട്ടിയാണ് പ്രധാന മുന്നണികൾ പ്രചാരണ രംഗത്ത് സജീവമായത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മുതൽ ഭരണപരമായ വീഴ്ചകൾ വരെ ചർച്ചാ വിഷയമായി. പെരുവന്താനം പഞ്ചായത്തിലും മിക്ക വാർഡുകളിലും തീപാറുന്ന പോരാട്ടങ്ങളാണ് നടന്നത്. മുന്നണി സ്ഥാനാർത്ഥികൾ പ്രമുഖരെ ഇറക്കിയാണ് മത്സരരംഗം ശക്തമാക്കിയത്. കഴിഞ്ഞ ഭരണസമിതിയുടെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് UDF വോട്ട് തേടിയത്. ഭരണപരാജയവും നടപ്പാക്കാത്ത വാഗ്ദാനങ്ങളും എണ്ണിപ്പറഞ്ഞാണ് LDF വോട്ടർമാരെ സമീപിച്ചത്. പഞ്ചായത്തിൽ നടന്നത് ശക്തമായ മത്സരമാണ്. പ്രധാന മുന്നണികൾക്ക് പുറമെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി സ്ഥാനാർത്ഥികളെ മിക്ക വാർഡുകളിലും നിർത്തിയിരുന്നു. കൂടാതെ SDPയും ഒരു വാർഡിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സര രംഗത്തിറക്കി ശക്തമായ ത്രികോണ ചതുഷ്കോണ മത്സരങ്ങൾക്ക് വഴിയൊരുക്കി.